ഗാസയുടെ തീരത്ത് മനുഷ്യന്റെ കരുതലിനും അപ്പുറമുള്ളൊരു സംഭവം നടന്നിരിക്കുന്നു. യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പട്ടിണിയിലും മൗനത്തിലും മുങ്ങിയ ആ ജനങ്ങൾക്കിടയിൽ സമുദ്രം തന്റെ ഹൃദയം തുറന്നിരിക്കുന്നു. ഒരത്ഭുതം പിറന്നിരിക്കുന്നു. ഏകദേശം 10 മീറ്റർ നീളമുള്ള ഒരു വൻ വെയിൽ ഷാർക്ക് അവിടെ ഉയർന്നു വന്നു. ലോകത്തിന് അത് വെറും ഒരു അപൂർവ കാഴ്ച മാത്രമായിരുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് അതൊരു അടയാളമാണ്, മുകളിൽ നിന്നുമുള്ള സന്ദേശം. കാലങ്ങളായി യുദ്ധത്തിന്റെ തീയിൽ വെന്തുരുകിയ ആ ദേശം, രാവും പകലും ബോംബുകളുടെ ശബ്ദത്തിൽ വിറച്ച ആ ജനത ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ് കണ്ടത്. വീടുകളും സ്വപ്നങ്ങളും തകർന്നവർ, തങ്ങളുടെ കുഞ്ഞുങ്ങളെ മണ്ണിനടിയിലാക്കേണ്ടി വന്നവർ, എല്ലാവരും അതിനരികിലേക്ക് ഓടിയെത്തി. ഒരു നിമിഷത്തേക്കെങ്കിലും ബോംബുകളുടെ ശബ്ദം അവർ മറന്നു. വേദന കൊണ്ട് നിറഞ്ഞ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ പ്രകാശം പരന്നു. ആ നിമിഷം ആകാശം പോലും നിശബ്ദമായി. എന്തുകൊണ്ടാണ് ഒരു മത്സ്യത്തിന് അവർ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ഒരു സമുദ്രജീവി എന്തുകൊണ്ട് അവരിൽ ഇത്രയും വികാരമുണർത്തി എന്നല്ലേ? കാരണം അള്ളാഹു സമുദ്രത്തിൽ നിന്നും തന്റെ കരുണയുടെ അടയാളം അയക്കുന്നത് ഇത് ആദ്യമായല്ല. ഇത് ചരിത്രത്തിന്റെ പ്രതിധ്വനിയാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 300 സ്വഹാബിമാരെ ഒരു ദൗത്യത്തിനായി അയച്ചു. സരിയ അൽ ഖബാത്ത് എന്നറിയപ്പെടുന്ന യാത്ര. അവരുടെ ഭക്ഷണം തീർന്നു. ചിലർ വിശപ്പിനെ അടക്കാൻ മുള്ളുള്ള മരങ്ങളുടെ ഇലകൾ പോലും കഴിച്ചു. ശരീരങ്ങളെല്ലാം ദുർബലമായി. മരണം തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ കരുണ അന്ന് സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നു. ഹദീസിൽ അൽ അൻബർ എന്നറിയപ്പെടുന്ന ശുദ്ധമായ ഒരു വൻ മത്സ്യം സമുദ്ര തീരത്തെ കടഞ്ഞു. സ്വഹാബിമാർ അത് ആഴ്ചകളോളം ഭക്ഷിച്ചു. തളർന്ന ശരീരങ്ങൾക്ക് ശക്തി തിരിച്ചു കിട്ടി. അവരിൽ പ്രതീക്ഷയുടെ ജ്വാല തെളിഞ്ഞു. അന്നവർ അതിൽ നിന്നും കുറച്ചു മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ കൊണ്ടുവന്നു. നബി അത് കണ്ടപ്പോൾ പറഞ്ഞു, സമുദ്രത്തിൽ മരിച്ചവയൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്. അതിനുമപ്പുറം ആ വാക്കുകളിൽ ഒരർത്ഥം കൂടി ഉണ്ടായിരുന്നു. ലോകം എത്ര ഇരുണ്ടാലും അള്ളാഹു തന്റെ ദാസന്മാരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ആ കഥ വീണ്ടും ജനിക്കുന്നു. ഗാസ, ഉപരോധിക്കപ്പെട്ട ഒറ്റപ്പെട്ട ആ ദേശം വീണ്ടും സമുദ്രത്തിൽ നിന്നും അള്ളാഹുവിന്റെ കരുണ രുചിച്ചു. കുഞ്ഞുങ്ങളെ സ്വന്തം കരങ്ങളാൽ അടക്കം ചെയ്യേണ്ടി വന്നവർ ഇന്നും ഹൃദയത്തിൽ നിന്നും ചൊല്ലുന്നു, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. നമുക്ക് അള്ളാഹു മതി, അവൻ ഏറ്റവും വലിയ രക്ഷകനാണ്. ഒരു വാതിൽ അടഞ്ഞാൽ അള്ളാഹു മറ്റൊരു വാതിൽ തുറക്കും. തന്റെ ദാസന്മാരെ സഹായിക്കാനായി ആരും പ്രതീക്ഷിക്കാത്ത വാതിൽ അവൻ തുറക്കും. ഗാസയുടെ തീരത്ത് പ്രത്യക്ഷപ്പെട്ട ആ തിമിംഗലം വെറും ഭക്ഷണം മാത്രമല്ല, അതൊരു സന്ദേശമാണ്. അള്ളാഹുവിന്റെ സഹായം ഒരിക്കലും ദൂരെയല്ലെന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇരുട്ടിൽ പോലും അവന്റെ കരുണ വിശ്വാസികളിലേക്ക് എത്തും. മരുഭൂമിയിലെ ആ അത്ഭുതത്തിന് ശേഷം അന്ന് വിശപ്പിനാൽ തളർന്ന സ്വഹാബിമാർ വിജയികളായി. അവരാണ് പിന്നീട് ന്യായവും വെളിച്ചവും സത്യവും ലോകമെമ്പാടും പടർത്തിയത്. ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു. ഗാസയും ഉയരും, വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ, സ്വാതന്ത്ര്യത്തോടും വിജയത്തോടും കൂടെ, അള്ളാഹുവിന്റെ ഇഷ്ടത്തോടു കൂടെ. കാരണം അള്ളാഹു സമുദ്രത്തിൽ നിന്നൊരു അടയാളം അയക്കുമ്പോൾ അതൊരിക്കലും യാദൃശ്ചികതയല്ല, അതൊരു വാഗ്ദാനമാണ്. അവൻ തന്റെ വിശ്വാസികളെ ഒരിക്കലും മറക്കില്ലെന്ന ഉറപ്പാണ്.